ശ്രീകൃഷ്ണാരിമിത്രത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. സവിതയാണ് കേട്ടോ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥ നാരായണ വാസുദേവ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥ നാരായണ വാസുദേവ. ശ്രീ ഗുരുവായൂരപ്പ ശരണം ഹരേ. ഇന്നത്തെ സത്സംഗത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ശ്രീ ഗുരുവായൂരപ്പൻ ഇന്നത്തെ സത്സംഗ കൃഷ്ണൻ ഓടക്കൊഴൂതി നിൽക്കുന്ന പൊന്നുണ്ണികൃഷ്ണനാണ്. പൊന്നുണ്ണികൃഷ്ണന്റെ പാദത്തിൽ അനന്തകോടി നമസ്കാരം പറയുന്നു. ഒപ്പം കൃഷ്ണപാദമനിശം ഹൃദി ഭാവയാമി, ഹരികൃഷ്ണപാദമനിശം ഹൃദി ഭാവയാമി. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. പൂർവം രാമതപോവനാദിഗമനം ഹത്വാ മൃഗം കാഞ്ചനം, വൈദേഹി ഹരണം ജടായുമരണം സുഗ്രീവ സംഭാഷണം, ബാലീ നിഗ്രഹണം സമുദ്രതരണം ലങ്കാപുരീദാഹനം, പശ്ചാൽ രാവണ കുംഭകർണഹനനം ഏതദ്ധി രാമായണം. ശ്രീരാമജയം ഹരേ. അപ്പോൾ ഏകശ്ലോകി രാമായണമാണ്, എല്ലാവരും ചൊല്ലിക്കോളൂ കേട്ടോ. കഴിഞ്ഞ 2 ദിവസമായിട്ട് വീഡിയോ ഉണ്ടായിരുന്നില്ല. ആദ്യത്തെ ദിവസം ഞാൻ നിങ്ങളെ ഇൻഫോം ചെയ്തിരുന്നു. 2ാമത്തെ ദിവസം സാധാരണ പോലെ വീഡിയോ ഒക്കെ ചെയ്തിരുന്നു, പക്ഷെ അപ്ലോഡ് ആയില്ല. ചില എപ്പിസോഡുകൾ അങ്ങനെയാണ്. ശ്രീ ഗുരുവായൂരപ്പൻ്റെ അനുമതി ഇല്ലാതെ നമുക്കത് അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ എത്ര ശ്രമിച്ചാലും പറ്റില്ല. പിന്നെയും ആ വീഡിയോ കേട്ട് നോക്കുമ്പോഴാണ് ഞാൻ അതിൽ പറഞ്ഞ തെറ്റുകൾ അല്ലെങ്കിൽ അതിൽ വന്ന ഫോൾട്ടുകളൊക്കെ എനിക്ക് മനസ്സിലാവുക. അതുകൊണ്ടായിരിക്കാം അത് ഡിലീറ്റായി പോയത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു കേട്ടോ. എന്തായാലും ഒട്ടും പ്രൊഫഷണലിസം തൊട്ട് തീണ്ടാത്ത ഒരാളാണ് ഞാൻ. ഇന്ന് വീഡിയോ ഇട്ടാൽ 4 ദിവസം വീഡിയോ ഇല്ല. ഇന്നൊരു സമയത്തിനാണ് അപ്ലോഡ് ചെയ്യുന്നതെങ്കിൽ നാളെ വേറൊരു സമയത്തിനാണ് അപ്ലോഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും മുഷിച്ചിൽ തോന്നുന്നുണ്ടായിരിക്കും അല്ലേ? ഒരിക്കലും അങ്ങനെ വിചാരിക്കരുത് കേട്ടോ. ഞാനിതൊക്കെ ഇതിനെ ഞാനൊരു പ്രൊഫഷനായിട്ടോ അതല്ലെങ്കിൽ ഒരു ജോലിയായിട്ടോ പോലും കാണുന്നില്ല. ശ്രീ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം കൊണ്ട് അദ്ദേഹം അത്രയധികം അനുഗ്രഹിക്കുന്ന സമയത്ത് മാത്രം നിങ്ങളോട് കുറച്ച് നേരം ഗുരുവായൂരപ്പനെ പറ്റി സംസാരിക്കാൻ കിട്ടുന്ന ഒരു അവസരമായിട്ടാണ് ഞാനിതിനെ ആത്മാർത്ഥമായിട്ട് ഇതിനെ ഞാൻ കാണുന്നത്. എന്നെ നോക്കിയിട്ട് ഒരാൾ യൂട്യൂബർ അല്ലേ എന്ന് ചോദിക്കുന്നത് പോലും സത്യം പറഞ്ഞാൽ എനിക്കിഷ്ടമല്ല. യൂട്യൂബ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അതൊരു ജോലിയാണ്, അതൊരു പ്രൊഫഷനാണ്. അതിൻ്റേതായ രീതിയിൽ ആ വാല്യൂവിൽ അങ്ങനെ കൊണ്ട് നടക്കേണ്ട ഒരു പ്രൊഫഷനാണ്. പക്ഷെ ഞാനൊരിക്കലും ഒരു യൂട്യൂബർ എന്ന നിലയിലല്ല. നിങ്ങളെ എല്ലാവരെയും ഞാൻ കാണുന്ന ഈ ഒരു പ്ലാറ്റ്ഫോം യൂട്യൂബ് ആണെങ്കിലും എനിക്ക് കൂടുതൽ ഇഷ്ടം ഗുരുവായൂരപ്പനെ കുറിച്ച് പറയുന്ന കുട്ടിയല്ലേ എന്ന് ചോദിക്കുന്നതായിരിക്കും എനിക്ക് കൂടുതൽ ഇഷ്ടം ഉണ്ടാവുക. ഞാൻ പറഞ്ഞില്ലേ, എന്താ പറയുക, ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോയ സമയത്ത് ഗുരുവായൂരപ്പൻ്റെ അല്ലേ എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് കിട്ടിയ ഒരു സന്തോഷം, അതിൻ്റെ ഒരു അളവ് എത്ര വലുതാണെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ. അതേമാതിരി തന്നെയാണ് എനിക്ക് അങ്ങനെ ചോദിക്കുന്നതാണ് കൂടുതൽ ഇഷ്ടം. അതിൻ്റെ കാരണം ഇതാണ്, ഞാനിതിനെ ഒരു ജോലിയായിട്ട് കണക്കാക്കുന്നില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ഒരേ സമയം തന്നെ നിങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നില്ല. എല്ലാ ദിവസവും പക്ക റെഗുലറായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വരാൻ സാധിക്കുന്നില്ല. ഇങ്ങനെ അനേകം പ്രശ്നങ്ങൾ എന്നിൽ വന്നു ചേർന്നിട്ടുണ്ട്. മടി കൊണ്ടാണ്, വേണം എന്നില്ലായ്മ കൊണ്ടാണ് എന്നൊന്നും കരുതരുത്. എന്നോട് ക്ഷമിക്കൂ. പ്രൊഫഷണൽ ആവാൻ ഞാൻ വീണ്ടും ശ്രമിക്കാം. ശ്രീ ഗുരുവായൂരപ്പൻ ഒരിക്കൽ എന്നെയും അങ്ങനെ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നലെ നമ്മൾ കുംഭകർണനെ വധിക്കുന്ന ആ ഒരു ഭാഗം വെച്ചിട്ടാണ് രാമായണം നിർത്തിയത്. കഴിഞ്ഞ ദിവസം രാവണൻ്റെ അതിശക്തനായ പുത്രൻ ആരാണ്, അല്ലെങ്കിൽ ബ്രഹ്മാവിൽ നിന്ന് വരം നേടിയ പുത്രൻ ആരാണ് എന്ന് ചോദിച്ചിരുന്നു. ഇന്ദ്രജിത്താണ്. മേഘനാഥൻ എന്ന് കൂടി പേരുള്ള ഇന്ദ്രജിത്താണ് ആ പുത്രൻ എന്ന് കുറേ ആളുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി രാവണന് കുംഭകർണനെ നഷ്ടപ്പെടുക എന്ന് പറയുമ്പോൾ അതൊരു വലിയ നഷ്ടമായിട്ട് തന്നെയാണ് അദ്ദേഹം കണക്കാക്കുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ അതിശക്തനായ അദ്ദേഹത്തിനോട് കൂടെ നിൽക്കുന്ന ഒരു സഹോദരനായിരുന്നു കുംഭകർണൻ. അപ്പോൾ അദ്ദേഹത്തിനെ പോലും നഷ്ടപ്പെട്ടു പോയി എന്ന ആ ഒരു വാർത്ത, ആ കുംഭകർണൻ്റെ വലിയ ശരീരം സമുദ്രത്തിലേക്കും തലമാത്രം ലങ്കയിലേക്കും പതിച്ചു. ആ രീതിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ വധം നടന്നത് എന്ന് പറഞ്ഞു. അതിനുശേഷം വീണ്ടും ഈ ഇന്ദ്രജിത്ത് യുദ്ധത്തിനായിട്ട് ഇറങ്ങുകയാണ്. ഇന്ദ്രജിത്ത് യുദ്ധത്തിന് ഇറങ്ങിയിട്ട് മായാതന്ത്രങ്ങൾ പ്രയോഗിച്ചുകൊണ്ടാണ് അദ്ദേഹം യുദ്ധം ചെയ്യുന്നത്. ശ്രീരാമദേവനെ അല്ലാതെ ഒന്നും തോൽപ്പിക്കാൻ കഴിയില്ല എന്ന് തോന്നിയത് കൊണ്ടായിരിക്കണം. വാനരസേനയുടെ ശക്തി കണ്ടറിഞ്ഞിട്ടാണ് അദ്ദേഹം മായാപ്രയോഗങ്ങളിലൂടെയുള്ള യുദ്ധം ആരംഭിച്ചു. അത് വാനരസേനയ്ക്ക് അനേകം നാശനഷ്ടങ്ങൾ ഉണ്ടാക്കി. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ മായാപ്രയോഗത്തിൽ രാമലക്ഷ്മണന്മാരെ പോലും മോഹാലസ്യപ്പെട്ട് വീണു കിടക്കുന്ന ഒരു സന്ദർഭം യുദ്ധമുഖത്ത് ഉണ്ടാവുകയും അതിന് പരിഹാരം എന്നോണം ജാമ്പവാൻ മൃതസഞ്ജീവനിയെക്കുറിച്ച് പറയുക, അല്ലെങ്കിൽ സഞ്ജീവനി ഔഷധങ്ങളെക്കുറിച്ച് ഹനുമാന് പറഞ്ഞു കൊടുക്കുകയും ഹിമാലയ സാനുക്കളിൽ നിന്ന്
ആ ഔഷധങ്ങൾ കൊണ്ടുവരാൻ ഹനുമാനെ നിയോഗിക്കുകയും ചെയ്തു. അവിടെ ചെന്നപ്പോൾ അദ്ദേഹത്തിന് ആ ഔഷധം കണ്ടുപിടിക്കാൻ സാധിക്കാത്തതിനാൽ അദ്ദേഹം ആ മലയോടുകൂടി കൊണ്ടുവന്ന് ആ സഞ്ജീവനി ഔഷധങ്ങൾ കൊണ്ട് രാമലക്ഷ്മണന്മാരെ ആ ഒരു ബോധക്ഷയത്തിൽ നിന്ന് ഉണർത്തുകയും ചെയ്തു എന്നൊക്കെ ഉള്ള കഥയാണ് ഇനി വരുന്ന രാമായണം കഥകളിൽ. അതിനുശേഷം ഇന്ദ്രജിത്ത് ഒരു വലിയ യാഗം നടത്താൻ തീരുമാനിക്കുകയും യാഗം നടത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് വിഭീഷണനിലൂടെ അറിഞ്ഞു. ആ യാഗം പൂർത്തീകരിക്കാൻ സാധിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിനെ പിന്നെ യുദ്ധത്തിൽ ജയിക്കാൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കിയ രാമൻ ലക്ഷ്മണനോട് പറഞ്ഞു എത്രയും പെട്ടെന്ന് ഇന്ദ്രജിത്തിനെ തീർക്കാനായിട്ട്. അങ്ങനെ ഇന്ദ്രജിത്തിൻ്റെ കഥയും ലക്ഷ്മണനാൽ തീർക്കപ്പെടുകയാണ്. ഇന്ദ്രജിത്തിൻ്റെ വധവും കഴിഞ്ഞപ്പോൾ രാവണന് വലിയൊരു ശൂന്യത തന്നെയാണ് അദ്ദേഹത്തിൻ്റെ മുമ്പിൽ അനുഭവപ്പെടുന്നത്. വളരെയധികം ശക്തിയുള്ള തൻ്റെ സഹോദരനും തൻ്റെ പുത്രനും എല്ലാം പോയി. ഇനി മറ്റൊരാളെയും പറഞ്ഞേക്കുന്നതിന് പകരം രാവണൻ നേരിട്ടിറങ്ങുന്നതാണ് നല്ലത് എന്ന് അദ്ദേഹത്തിന് തോന്നി. ഈ മായാപ്രയോഗങ്ങളുടെ ഇടയിൽ സീതയുടെ ഒരു രൂപമുണ്ടാക്കി സീതയെ വധിക്കുന്നതായിട്ടൊക്കെ കാണിക്കലുണ്ടത്രേ ഈ രാമൻ്റെ മുമ്പിൽ. അവരെ എന്താ പറയുക, അവരുടെ മനസ്സുകൊണ്ട് തകർക്കുക എന്ന രീതിയിലുള്ള യുദ്ധങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എല്ലാത്തിൽ നിന്നും പിടിച്ചു നിൽക്കാൻ വാനരസേനയ്ക്കും ശ്രീരാമദേവനും സാധിച്ചു എന്നറിഞ്ഞപ്പോൾ രാവണൻ മായയല്ലാതെ യുദ്ധം ചെയ്യാൻ തീരുമാനിക്കുക. അങ്ങനെ യുദ്ധത്തിന് അദ്ദേഹം വന്നു. നോക്കണേ, ആ സമയത്ത് ശ്രീരാമദേവൻ എന്താ പറയുക, നിലത്ത് നിന്ന് യുദ്ധം ചെയ്യുകയാണ്. സർവ്വസജ്ജീകരണങ്ങളോടും കൂടിയുള്ള രഥത്തിൽ ഇരുന്നു കൊണ്ട് യുദ്ധം ചെയ്യുന്ന ആ രാവണനെ നിലത്ത് നിന്നുകൊണ്ടാണ് ശ്രീരാമദേവൻ എതിരിട്ടിരുന്നത്. ആദ്യത്തെ ദിവസം എന്നിട്ടും രാവണൻ തോറ്റോടേണ്ടി വന്നു. പിന്നീട് ഇന്ദ്രൻ തൻ്റെ രഥം കൊടുത്തയക്കുകയാണ് ശ്രീരാമചന്ദ്രന്. ആ രഥത്തിൽ കയറി വേണ്ട യുദ്ധം ചെയ്യൂ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ആ ഇന്ദ്രദേവനിൽ നിന്ന് ലഭിച്ച ആ ഒരു രഥത്തിൽ കയറിക്കൊണ്ടാണ് രാമൻ പിന്നീട് നേരിട്ടത്. അങ്ങനെ രാവണ ഘോര യുദ്ധം വീണ്ടും ആരംഭിച്ചു. അതിൽ രാവണൻ്റെ ശിരസ് ഓരോ തവണ അറുത്തു മാറ്റാൻ ശ്രമിക്കും തോറും അത് വീണ്ടും വീണ്ടും വരികയാണ്. പിന്നീട് ബ്രഹ്മാവിൻ്റെ ഉപദേശപ്രകാരമുള്ള വിശിഷ്ടാസ്ത്രങ്ങൾ കൊണ്ട് രാവണൻ്റെ നെഞ്ചു തറച്ച ആ അസ്ത്രം പോയതിന് ശേഷമാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു പതനം ഉണ്ടായത്. ഇതിനുശേഷം ഇവിടെയാണ് യുദ്ധകാണ്ഡത്തിൻ്റെ അവസാന ഭാഗം ആവുന്നത്. അതിനുശേഷം വിഭീഷണനെ ലങ്കാപുരിയിലെ രാജാവായി പട്ടാഭിഷേകം ചെയ്യുകയും അവിടെ നിന്ന് രാവണൻ്റെ അതേ പുഷ്പക വിമാനത്തിൽ രാമനും സീതയും ലക്ഷ്മണനും ഏറി അവിടെ നിന്ന് തിരിച്ചു പോവുകയും ചെയ്യുകയാണ്. അപ്പം തിരിച്ചു പോകുന്ന സമയത്ത് എന്തെല്ലാമാണ് രാമൻ സീതയെ വിട്ടുപിരിഞ്ഞതിന് ശേഷം നടന്നത് എന്നൊക്കെ ഇതിന് മുൻപായിട്ടൊരു കാര്യം മുൻകൂടിയുണ്ട്. രാമനും സീതയും തമ്മിൽ കാണുന്ന സമയം, എത്രയോ ദിവസങ്ങളായി രാവണൻ്റെ തടവിൽ പാർത്തിരുന്ന സീതയെ രാമൻ സ്വീകരിക്കുന്നതിന് തൊട്ട് മുൻപായിട്ട് ഒരു അഗ്നി പരിശുദ്ധി കൂടി വരുത്തിയതിന് ശേഷമാണ് സീതാദേവിയെ രാമൻ സ്വന്തമാക്കിയത്. അത് അദ്ദേഹത്തിന് ഒരിക്കലും സീതാദേവിയിൽ ഒരു കളങ്കമുണ്ട് എന്ന് തോന്നിയത് കൊണ്ടല്ല കേട്ടോ. നമ്മളെപ്പോലുള്ള എന്താ പറയുക, വികലമായി ചിന്തിക്കുന്ന ആളുകൾക്ക് ബോധ്യം വരുത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊരു അഗ്നി പരീക്ഷ എന്നാണ് ആചാര്യന്മാരെ അനുസ്മരിക്കാറുള്ളത്. എന്തായാലും സീതാദേവിയുടെ മനസ്സും ശരീരവും ഒരുപോലെ പവിത്രമായതുകൊണ്ട് തന്നെ അഗ്നിക്ക് സ്പർശിക്കാൻ കഴിയാത്ത വിധം ആ സീതാദേവി ആയതുകൊണ്ട് സീതാദേവി അഗ്നി പരീക്ഷയും താണ്ടി ശ്രീരാമദേവനെ കണ്ടുമുട്ടുന്നു. അതിനുശേഷം ശ്രീരാമനും ലക്ഷ്മണനും സീതാദേവിയും കൂടി രാവണൻ്റെ അതേ പുഷ്പക വിമാനത്തിൽ ആകാശമാർഗേണ സഞ്ചരിക്കുമ്പോൾ അവർ അത്രയും കാലം ജീവിച്ചിരുന്ന ദണ്ഡകാരണ്യവും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം പഞ്ചവടിയും എല്ലാം കണ്ടുകൊണ്ട് അവർ യാത്ര ചെയ്യുമ്പോൾ, ഇവിടെ നിന്നാണോ അവർ യാത്ര ആരംഭിച്ചത്? ഭരദ്വാജ മുനിയുടെ ആശ്രമത്തിൽ നിന്നാണ് ആദ്യം യാത്ര ആരംഭിച്ചത് അല്ലേ. അപ്പോൾ ആ ഭരദ്വാജ മുനിയുടെ ആശ്രമത്തിൻ്റെ അവിടെ എത്തുന്ന സമയത്ത് ഭരദ്വാജ മുനിയെ കൂടി വന്ദിക്കാൻ രാമൻ അങ്ങോട്ട് ചെല്ലേണ്ട ഒരവസ്ഥയുണ്ടായി. അതുകൊണ്ട് തന്നെ ഭരദ്വാജ മുനിയുടെ ആശ്രമത്തിൽ രാമലക്ഷ്മണന്മാരും സീതാദേവിയും ഇറങ്ങിയ സമയത്ത് ഹനുമാൻ സ്വാമിയെ ശ്രീരാമദേവൻ വിളിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ഭരതനെ ചെന്ന് കാണൂ എന്ന്. കാരണം 14 വർഷക്കാലമായിട്ട് ഭരതൻ ഏട്ടനെ ശ്രീരാമദേവനെ അവിടെ പ്രതീക്ഷിച്ചു കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഇന്നാണ് 14ാമത്തെ വർഷം തികയുന്ന ദിവസം. ഇന്ന് ജ്യേഷ്ഠ സഹോദരൻ തിരിച്ചെത്തിയിട്ടില്ലെങ്കിൽ, രാമൻ തിരിച്ചെത്തിയിട്ടില്ലെങ്കിൽ, രാമരാജ്യം രാമന് തിരിച്ചു നൽകാൻ സാധിച്ചിട്ടില്ലെങ്കിൽ അഗ്നിപ്രവേശം ചെയ്യും എന്നുള്ള അവസ്ഥയിലാണ് അവിടെ ഭരതൻ കഴിഞ്ഞുകൂടുന്നത് എന്ന് തീർച്ചയായിട്ടും ശ്രീരാമദേവൻ അറിയാം. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനോട് പറഞ്ഞു മനസ്സിലാക്കൂ, ശ്രീരാമദേവൻ നാളെ രാവിലെ എത്തും എന്ന് പറയാൻ പറഞ്ഞ ഹനുമാൻ സ്വാമിയെ ഭരതൻ്റെ അടുത്തേക്ക് പറഞ്ഞേക്കുകയാണ്.
ഭരതനോ ശ്രീരാമദേവൻ്റെ ആ ദൂതുമായി വന്ന സാക്ഷാൽ ഹനുമാൻ സ്വാമിയെ കണ്ട സമയത്ത് അദ്ദേഹം ആ പാദുകങ്ങളെ പൂജിച്ചുകൊണ്ട് ധാരധാരയായി കണ്ണീർ വാർത്തുകൊണ്ട് എപ്പോഴാണ് എനിക്കിനി എൻ്റെ ജ്യേഷ്ഠനെ കാണാൻ സാധിക്കുക എന്ന് ആലോചിച്ചു കൊണ്ടിരിക്കുന്ന ഭരതനെയാണ് ഹനുമാൻ സ്വാമിക്ക് കാണാൻ സാധിച്ചത്. ഹനുമാൻ സ്വാമി കാര്യങ്ങളെല്ലാം പറയുന്നു. ഭരദ്വാജാശ്രമത്തിൽ രാമലക്ഷ്മണന്മാർ സീതാദേവിയും കൂടിയുണ്ട്. അവർ നാളെ രാവിലെ ആകുമ്പോഴേക്കും എത്തും എന്നൊക്കെ നന്ദിഗ്രാമത്തിൽ പോയി ഭരതനോട് പറഞ്ഞ് മനസ്സിലാക്കുകയാണ്. ഭരതൻ സന്തോഷം കൊണ്ട് നൃത്തം ചെയ്തു എന്നാണ് പറയുന്നത്. കഴിഞ്ഞോളൂ വനവാസം, ഇനി എൻ്റെ ജ്യേഷ്ഠൻ എന്നോടൊപ്പം എപ്പോഴും ഉണ്ടാവുമല്ലോ എന്ന സന്തോഷത്തിൽ അദ്ദേഹം നൃത്തം ചെയ്യാൻ തുടങ്ങി എന്നാണ് പറയുന്നത്. അത്രയധികം സന്തോഷമായി അദ്ദേഹത്തിന്. അതിനുശേഷം അയോധ്യാപുരിയിലേക്കുള്ള രാമലക്ഷ്മണന്മാരുടെ രാജകീയ പ്രൗഢിയോടുള്ള പ്രവേശനമാണ്. ഇനി അടുത്ത ഭാഗമൊക്കെ വരുന്നത് ശ്രീരാമ ഭട്ടാഭിഷേകമൊക്കെയാണ്. അതൊക്കെ നമുക്ക് അടുത്ത ദിവസം അനുസ്മരിക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും നമ്മൾ കഥ പറഞ്ഞ് ഇവിടം വരെ എത്തി. എനിക്ക് ശ്രീ ഗുരുവായൂരപ്പനോട് എത്ര നന്ദി പറഞ്ഞാലും തീരില്ല കേട്ടോ. ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല എനിക്ക് രാമായണ കഥ ഇത്രയൊക്കെ ഒന്ന് അനുസ്മരിക്കാൻ സാധിക്കുന്ന, എനിക്ക് ഒട്ടും അറിയില്ല എന്ന് ഞാൻ ഞാൻ മനസ്സിലാക്കി വെച്ചിരുന്ന ഒരു ഭാഗമായിരുന്നു ഈ രാമായണം. ഓരോരുത്തരും രാമൻ്റെ ഓരോ കഥകളും പറയുന്നത് കേൾക്കുമ്പോൾ എനിക്കിങ്ങനെ അത്ഭുതം തോന്നാറുണ്ട്. ഇവർക്ക് എങ്ങനെയാണ് അറിയണേലേ എന്ന് തോന്നാറുണ്ട് കേട്ടോ. അപ്പോൾ എന്നോടും കുറച്ചൊക്കെ പറഞ്ഞോളൂ എന്ന് ശ്രീ ഗുരുവായൂരപ്പൻ ഉണ്ണിയായ നമ്മുടെ ഉണ്ണികൃഷ്ണൻ പറഞ്ഞപ്പോൾ വലിയ സന്തോഷമായി എന്നുള്ളത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും നാരായണീയത്തിലെ ഈ ഭാഗങ്ങൾ അനുസ്മരിക്കുന്ന സമയത്ത് ആചാര്യൻ പറയാറുണ്ട് കേട്ടോ, ഓരോ രാമൻ്റെ കഥകൾ പറഞ്ഞ് അത് കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഉണ്ണികൃഷ്ണനെ കുറിച്ച്, അത് കേൾക്കാൻ തന്നെ വലിയ രസമാണ്. അതിനെക്കുറിച്ചും നമുക്ക് ഈ ഒരു രാമായണം കഥയുടെ അവസാനത്തിൽ അനുസ്മരിക്കാമെന്ന് വിചാരിക്കുന്നു. എന്തായാലും അപ്പോൾ നമുക്ക് ഇന്നത്തെ ചോദ്യങ്ങളിലേക്ക് കിടക്കാം അല്ലേ. ഇന്ന് എനിക്ക് ആദ്യം തന്നെ പറയാനുള്ള ഒരു ചോദ്യം വളരെ നെഗറ്റീവായിട്ടുള്ളൊരു ചോദ്യമാണ്. എന്തായാലും പക്ഷെ അത് എടുക്കാതിരിക്കാൻ പറ്റില്ല. പേരറിയാത്തൊരു ഭക്തയാണ് പറഞ്ഞത്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ശ്രീ ഗുരുവായൂരപ്പൻ എപ്പോഴും നമ്മുടെ കൂടെയുണ്ട്, അദ്ദേഹം നമ്മളെ എപ്പോഴും പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അദ്ദേഹം എപ്പോഴും നമ്മുടെ കൂടെയുണ്ടെന്നൊക്കെ പറഞ്ഞതിൻ്റെ ബാക്കിയായിട്ടാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. ചുമ്മാതെയാണ് സവിത. ഞാൻ നല്ല ഓർമ്മയിൽ കൃഷ്ണനെ വിളിക്കുന്നതാണ്. പിന്നെ ഗുരുവായൂരപ്പൻ, ഞാൻ പട്ടാളക്കാരൻ്റെ ഭാര്യയാണ്. എൻ്റെ സ്വഭാവം കൊള്ളാത്തത് കൊണ്ട് അമ്മായിമ്മ നാട്ടിലും നിർത്തില്ല. 2 കുട്ടികളുണ്ട്. കഷ്ടപ്പെട്ട് മടുത്തു. സൗകര്യങ്ങളില്ലാത്ത ക്വാർട്ടേഴ്സ്, അങ്ങനെ ഇപ്പോൾ ഡൽഹിയിലാണ്. അവിടെ പുതിയ ക്വാർട്ടേഴ്സൊക്കെ യൂട്യൂബിൽ കണ്ട് ഭയങ്കര സന്തോഷമായി. ഞങ്ങൾക്ക് ഇത്രയും നാൾക്ക് ശേഷം നന്നായി എന്ന് കരുതി. പക്ഷേ ആ ക്വാർട്ടേഴ്സ് ഞങ്ങൾക്ക് കിട്ടിയില്ല. പഴയ ക്വാർട്ടേഴ്സാണ് കിട്ടിയത്. അതിൽ സന്തോഷമായി ജീവിക്കാൻ തീരുമാനിച്ചു. ചൂട് സഹിക്കാൻ വയ്യായിരുന്നു. 4ാമത്തെ ഫ്ലോറിലായിരുന്നു. 1 മാസം കഴിഞ്ഞപ്പോൾ മഴ തുടങ്ങി. അപ്പോൾ സന്തോഷിച്ചു. അന്നേരം അടുത്ത പ്രശ്നം, അടുക്കളയിലും ഹാളിലും വെള്ളം കൊണ്ട് നിൽക്കാൻ വയ്യ. ഇപ്പോഴും ഞാൻ നാരായണീയം വായിക്കുന്നു, എന്നിട്ടേ ഭക്ഷണം കഴിക്കാറുള്ളൂ. ഭഗവാൻ എൻ്റെ കൂടെയുണ്ട്. എങ്ങനെയാണെന്നറിയോ, ഒരു ലിമിറ്റിൽ കൂടുതൽ ഞാൻ സന്തോഷിക്കുന്നുണ്ടോ എന്ന് നോക്കിയിട്ട്, എന്നും എപ്പോഴും കുഴിയിൽ വീഴ്ത്താനായിട്ട്. പോട്ടെ, എനിക്ക് ഭാഗ്യമില്ല, കർമ്മബലം. എൻ്റെ മക്കളോ, അവരുടെ മുത്തശ്ശി അവർക്ക് ഒന്നും വാങ്ങിക്കൊടുക്കുന്നില്ല എന്നുള്ള പരാതികളൊക്കെയാണ് കേട്ടോ അതിൽ പറഞ്ഞിരിക്കുന്നത്. എനിക്ക് ഈ കമൻറ്റ് കണ്ടപ്പോൾ നമ്മളെല്ലാവർക്കും തോന്നാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ്. നമ്മൾ കുറച്ച് കഷ്ടപ്പെടുമ്പോൾ, നമ്മൾ കുറച്ച് ബുദ്ധിമുട്ടുമ്പോൾ നമ്മളെപ്പോഴും ഗുരുവായൂരപ്പനോട് പറയും അല്ലേ ഒരു പരാതിയായിട്ട്, എന്തിനാ ഉണ്ണി കൃഷ്ണ ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെ പരാതി തരുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുകൾ വരുത്തുന്നത് എന്ന് നമ്മൾ പരാതി പറയാറുണ്ട് അല്ലേ. അല്ലെങ്കിൽ എന്നെ ഇങ്ങനെ കരയിപ്പിച്ചിട്ട് അതിൽ സന്തോഷം കണ്ടെത്തുന്നവനാണ് ഉണ്ണികൃഷ്ണൻ. അങ്ങനെയൊന്നുമല്ല, അങ്ങനെയൊന്നും വിചാരിക്കരുത്. നമ്മൾ ഉണ്ണികൃഷ്ണനെ എങ്ങനെയാണ് സ്നേഹിക്കുന്നത് അതിനനുസരിച്ച് തന്നെയാണ് നമ്മളെ ഉണ്ണികൃഷ്ണൻ നോക്കുക. അല്ലാന്ന് വെറുതെ പറയാണ്. ഇങ്ങനെ മനസ്സിൽ വിഷമം വിചാരിച്ചുകൊണ്ട് നാരായണീയം വായിച്ചാലും കാര്യമില്ല, എന്നാലും എൻ്റെ ഉണ്ണി എന്നെ നോക്കില്ല എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് അത് വായിക്കേണ്ട, മടക്കി വെച്ചോളൂ. അതാ നല്ലതെന്നാണ് ഞാൻ പറയുക. കാരണം എന്താണെന്ന് വെച്ചാൽ എപ്പോഴും പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ എല്ലാവരെ കൊണ്ടും സാധിക്കില്ല. പക്ഷെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പോൾ എൻ്റെ കൈ ഒടിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരിക്കൽ. എൻ്റെ മോള് നീര ഉണ്ടായിട്ട് ഒരു 8 മാസം പ്രായമൊക്കെ ആയ സമയത്ത് എൻ്റെ കൈ ഒടിഞ്ഞു. ഞാനൊന്ന് വീണതാണ്. അപ്പോൾ എൻ്റെ കൈ ഒടിഞ്ഞു. വലത് കൈ തന്നെയാണ് ഒടിഞ്ഞത്. എനിക്ക് ബുദ്ധിമുട്ടുകൾ നല്ലോണം ഉണ്ടായി. വലത് കൈ തന്നെയാണ് ഒടിഞ്ഞതെന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ അതെങ്ങനെയാണ് സംഭവിച്ചത് വെച്ചാൽ, മീര മുട്ടുകുത്തുന്ന പ്രായമാണ്. അപ്പോൾ ഞാൻ ഓടി വരികയായിരുന്നു. എന്തോ കാര്യം എടുക്കാൻ വേണ്ടി വളരെ സ്പീഡിൽ ഓടുന്ന എൻ്റെ മുമ്പിൽ വിലങ്ങനെ മീര ഇങ്ങനെ മുട്ടുകുത്തി വന്നു. അപ്പോൾ ഞാൻ അടുത്ത സ്റ്റെപ്പ് മീരയുടെ മേൽ വെച്ചാൽ
എന്ന പേടി കൊണ്ട് ഞാനിങ്ങനെ ഇങ്ങനെ പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യില്ലേ നമ്മൾ, അങ്ങനെ സ്റ്റോപ്പ് ചെയ്ത് ഞാൻ വീണു പോയതാണ്. അപ്പോൾ വീണപ്പോൾ കൈകുത്തി വീണു, കൈ ഒടിഞ്ഞു. ഇതിന് ഞാൻ ആരെയാ കുറ്റം പറയണ്ടേ? മീരയാണോ ഞാൻ കുറ്റം പറയണ്ടേ? ആ 8 മാസക്കാരിയായ കുഞ്ഞു വാവയെയാണോ ഞാൻ പഴിക്കേണ്ടത്? ആ കുഞ്ഞു വാവയുടെ സഹജമായ സ്വഭാവമാണ് മുട്ടുകുത്തി കാണുന്നിടത്തേക്കൊക്കെ ഓടുക എന്നുള്ളത് അല്ലേ? അല്ലെങ്കിൽ നമുക്ക് അങ്ങനെയൊന്നും ചെയ്തില്ലെങ്കിൽ നമുക്ക് വിഷമാവും അല്ലേ? നമ്മുടെ കുട്ടി ഒരു സ്ഥലത്ത് കിടത്തിയാൽ അവിടെ കിടക്കും, പ്രായത്തിനനുസരിച്ച് ഒന്നും ചെയ്യില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് സങ്കടമാവില്ലേ? അപ്പോൾ ആ കുട്ടിയുടെ പ്രായത്തിനനുസരിച്ചാണ് ചെയ്യാറുള്ളത്. അതിന് ഞാൻ ആരെയാ കുറ്റം പറയണ്ടേ? മീരയാണോ ഞാൻ കുറ്റം പറയണ്ടേ? ആ കണ്ണും മൂക്കും ഇല്ലാതെ ഓടി വന്ന ഞാനാണോ തെറ്റുകാരി, അതോ ആ കുഞ്ഞു വാവയാണോ തെറ്റുകാരി? ഇതിലാരാ തെറ്റുകാരി? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇതുപോലെയാണ് നമ്മുടെ ജീവിതവും. നമ്മുടെ ജീവിതത്തിൽ വരുന്നതിനെല്ലാം ഒരു പങ്ക് നമുക്കുണ്ട് കേട്ടോ. ഇല്ലയെന്ന് നമ്മൾ വെറുതെ വിചാരിക്കുക. എൻ്റെ ജീവിതം ഇങ്ങനെയാക്കിയത് അവർ കാരണം, ഇവർ കാരണം, മറ്റവർ കാരണമാണ് എന്നൊക്കെ നമ്മൾ പറയാറില്ലേ? ഒന്നുമല്ല. നമ്മളുടെ ജീവിതത്തിൽ അനേകം അനേകം അവസരങ്ങൾ നമ്മുടെ ഉണ്ണികൃഷ്ണൻ നമുക്ക് ആയിട്ട് കാത്തുവെച്ച് ചെയ്ത് തരുന്നുണ്ട്. അത് ആ അവസരങ്ങളെ മനസ്സിലാക്കാതെ ആ അവസരങ്ങളെ തട്ടിത്തെറിപ്പിച്ച് നമുക്ക് വരുന്ന ബുദ്ധിമുട്ടുകളെ നമ്മൾ ഉയർത്തി കാണിക്കുക. നമ്മൾ വല്ലാതെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് നമുക്ക് കഷ്ടപ്പെട്ടാൽ നമുക്ക് ആരോ എന്തോ തരുന്നതാണ് നമ്മുടെ വിചാരം. നമ്മൾ വലിയ കഷ്ടപ്പാടിലാണ്, നമ്മൾ ഭയങ്കര ദുരിതത്തിലാണ്. എന്നിട്ടും ഞാൻ ഭഗവാനെ വിളിക്കുകയാണ്, ഞാൻ എന്തോ ഗ്രേറ്റാണ്. കണ്ടില്ലേ? ഇത് നമ്മളുടെയൊക്കെ എല്ലാവരുടെയും ഒരു സ്വഭാവമാണ്. എനിക്ക് നല്ല ബുദ്ധിമുട്ടുകളുണ്ട്, എന്നിട്ട് ഞാൻ ഗുരുവായൂരപ്പനെ വിളിക്കുന്നുണ്ട്. ഭഗവാൻ അങ്ങനെ കേൾക്കുമൊന്നുമില്ല. ഇങ്ങനെയൊക്കെ തോന്നുന്ന ഒരു ഇത് ഒന്നുമല്ല. നമ്മൾ ചെയ്തു വയ്ക്കുന്ന കർമ്മത്തിൻ്റെ ഫലം തന്നെയാണ് നമ്മൾ ഓരോരുത്തരും അനുഭവിക്കുന്നത്. പിന്നെ എന്തിനാണ് നമ്മൾ ഭഗവാനെ വിളിക്കണേ? ആ കർമ്മഫലത്തിൻ്റെ കാഠിന്യം കുറയ്ക്കാനാണ് നമ്മൾ ഭഗവാനെ വിളിക്കുന്നത്. നമ്മൾ കേട്ടിട്ടില്ലേ? കണ്ണിൽ കൊള്ളേണ്ടത് പുരുകത്ത് കൊണ്ടുപോയി എന്നൊക്കെ. 4ാമത്തെ ഫ്ലോറിൽ ക്വാർട്ടേഴ്സ് കിട്ടിയ നിങ്ങളുടെ അടുക്കളയിലേക്ക് വെള്ളം വരുന്നു, ഹാളിലേക്ക് വെള്ളം വരുന്നു. വയനാട് ദുരന്തത്തിനെ കുറിച്ച് ഓർമ്മയില്ലേ? 1 വർഷമൊക്കെ അല്ലേ ആയിട്ടുള്ളൂ കഴിഞ്ഞിട്ട്. നമ്മൾ എങ്ങനെയാണ് മറക്കുക അത്? വീടിരുന്നിരുന്ന സ്ഥലം ഏതാന്ന് കണ്ടുപിടിക്കാൻ പോലും ആർക്കും പറ്റാത്ത അവസ്ഥയിൽ ഒലിച്ചു പോയില്ലേ എല്ലാം? പ്രിയപ്പെട്ടവർ നഷ്ടപ്പെട്ട് പോയില്ലേ? എന്തിനാ അവിടം വരെയൊക്കെ പോകണത്? ഇപ്പോൾ 2026 2 മഴ അടുപ്പിച്ചു പെയ്തപ്പോഴേക്കും എത്ര സ്ഥലത്താണ് വെള്ളം കെട്ടിയത്. ഈ വെള്ളക്കെട്ടൊക്കെ മാറി അവർക്ക് ആ വീട് പഴയ പോലെ ആക്കി എടുക്കണമെങ്കിൽ എത്ര ബുദ്ധിമുട്ടുണ്ട്. പണ്ടൊക്കെ നമ്മൾ സ്ഥലം വാങ്ങാൻ ചെല്ലുമ്പോൾ വെള്ളക്കെട്ടുണ്ടാവുന്ന സ്ഥലമാണോ എന്ന് ചോദിക്കും. അതല്ലെങ്കിൽ കിണറില്ലേ, വെള്ളം വറ്റുന്ന പ്രദേശമാണോ ചോദിക്കും. ഈ 2 ചോദ്യവും നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവും ഇല്ലേ? ഇന്ന് വെള്ളക്കെട്ടില്ലാത്ത പ്രദേശം ഉണ്ടാവില്ല കേരളത്തിൽ ഇല്ലേ? 2018 ശേഷം ഒരുവിധം എല്ലായിടത്തും വെള്ളം കയറും, നമ്മുടെ അവിടെയും വെള്ളം കയറും. ഇങ്ങനെയല്ലേ അവസ്ഥ? ഈ അവസ്ഥയിൽ നമ്മൾ വെള്ളം കയറലൊക്കെ പോട്ടെ, വെള്ളം കയറുന്നതിൻ്റെ കൂടെ കുറേ ക്ഷുദ്രജീവികൾ നമ്മളുടെ വീടിനകത്തേക്ക് വരും. ഇതൊക്കെ കഴിഞ്ഞ് വെള്ളമൊക്കെ ഇറങ്ങി സാധാരണ പോലെ ആയാലോ? ഈ വീടിനെ വീടാക്കി മാറ്റാൻ നമ്മൾ എത്ര ബുദ്ധിമുട്ടും. നമ്മൾ കഷ്ടപ്പെട്ട് ലോൺ എടുത്ത് ഉണ്ടാക്കിയ വീടായിരിക്കും, കഷ്ടപ്പെട്ട് ലോൺ എടുത്ത് കാറ് വാങ്ങിയിട്ടുണ്ടായിരിക്കും. അതൊക്കെ ഒരു നിമിഷം കൊണ്ട് എല്ലാം നശിച്ചു പോകുന്ന എത്രയോ പേരുണ്ട്. ഇവിടെ അതൊന്നും സംഭവിക്കാത്തത് ശ്രീ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം കൊണ്ടാണ് എന്ന് വിചാരിച്ചൂടെ? നമുക്ക് തരുന്ന എല്ലാ നല്ല കാര്യങ്ങളും ഭഗവാൻ നമുക്ക് കനിഞ്ഞനുഗ്രഹിച്ച് തരുന്നതാണ് എന്നൊന്ന് ചിന്തിച്ചു നോക്കൂ. അങ്ങനെ ചിന്തിക്കുമ്പോൾ ഇത് ഞാൻ നാരായണീയം വായിക്കുന്നത് കൊണ്ട് എനിക്ക് എൻ്റെ ഉണ്ണികൃഷ്ണൻ തന്നതാണ് കേട്ടോ. എൻ്റെ നാരായണീയ പാരായണത്തിൽ അദ്ദേഹത്തിന് വലിയ സന്തോഷമുണ്ട്. ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് വേണ്ടേ നാരായണീയം വായിക്കാൻ? ഇതിന് മറ്റൊരു ഉദാഹരണം കൂടി ഞാൻ പറയാം. ഒക്കെ എൻ്റെ പേഴ്സണൽ അനുഭവങ്ങളേ ഉള്ളൂ എനിക്ക് ഉദാഹരണമായിട്ട് പറയാൻ. മറ്റൊരനുഭവം പറയുകയാണെങ്കിൽ, ഒരിക്കൽ എൻ്റെ അച്ഛനൊരു ആക്സിഡൻറ്റ് പറ്റി. അപ്പോൾ ആക്സിഡൻറ്റ് പറ്റിയ സമയത്ത് അച്ഛൻ്റെ കയ്യിൽ നിന്ന് അച്ഛൻ്റെ തന്നെ മേലേക്ക് വീഴുകയാണ് ചെയ്തത്. ഓടിച്ചുകൊണ്ടിരുന്ന വണ്ടി പെട്ടെന്ന് എന്തോ പറ്റി അത് വീണു. അച്ഛൻ വീണിട്ട് അതിൻ്റെ മേലെയാണ് ഈ വണ്ടി വീണത്. അപ്പം അച്ഛൻ്റെ കാല് വണ്ടിയുടെ അടിയിൽ പെട്ടുപോയി. അപ്പോൾ അച്ഛന് കാലെടുക്കാൻ കിട്ടണില്ല, എഴുന്നേൽക്കാൻ പറ്റണില്ല. കുറച്ചധികം സമയം അങ്ങനെ തന്നെ വേണ്ടി വന്നു. കാരണം ആരും പെട്ടെന്ന് ഓടി വന്ന് എടുക്കാനൊന്നും ഉണ്ടായില്ല. കുറച്ച് നേരമൊക്കെ കഴിഞ്ഞ് ആളുകൾ ആലോചിച്ച് കണ്ടുപിടിച്ചൊക്കെ വന്ന് എടുക്കുമ്പോഴേക്കൊക്കെ അച്ഛൻ്റെ കാലിന് ഒരുവിധം നല്ലവണ്ണം ഫ്രാക്ചർ പറ്റിയ അവസ്ഥയിലായിരുന്നു. അപ്പോൾ രണ്ടാഴ്ചക്കാലം റെസ്റ്റ് എടുക്കണം എന്ന് പറഞ്ഞു. എന്താ പറയുക, സ്റ്റിച്ചൊക്കെ ഇട്ടിട്ട്, കാലിൻ്റെ മുറിവൊക്കെ സ്റ്റിച്ചൊക്കെ ഇട്ട് അച്ഛൻ കാലൊക്കെ നീട്ടി വെച്ചിരിക്കുക. അപ്പം അച്ഛന് വെള്ളമൊക്കെ കൊടുത്തിട്ട് അമ്മ പറഞ്ഞു, ഞാനേ ഇപ്പം വരാം, എങ്ങടാ പോകണം? ഞാൻ അമ്പലത്തിലേക്ക് പോവാ, ഗുരുവായൂരപ്പനോട് ഒരു നന്ദി പറഞ്ഞിട്ട് ഓടി വരാട്ടോ എന്ന് പറഞ്ഞു.
അപ്പോൾ അച്ഛനങ്ങോട്ട് ദേഷ്യം വന്നിട്ട് പറഞ്ഞു, എന്തിനാ നന്ദി പറയണേ, ഞാനിങ്ങനെ സ്റ്റിച്ചിട്ട് 2 ആഴ്ച കിടപ്പിലായതിനാണോ എന്ന് ചോദിച്ചു. ഉടനെ അമ്മ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, കാലിലേക്കല്ലേ വണ്ടി വീണുള്ളൂ, ഈ കാലിൽ വണ്ടിയുടെ അടിയിൽ പെട്ട് റോഡിൽ കിടക്കുന്ന നിങ്ങളുടെ തലയിലൂടെ മറ്റൊരു വാഹനം പോവാതെ ആരോ അവിടെ സംരക്ഷിച്ചിട്ടുണ്ട് അല്ലേ, അത് ഗുരുവായൂരപ്പനായിരിക്കും ഇല്ലേ എന്നൊരു ചോദ്യം അമ്മ അപ്പം തന്നെ ചോദിച്ചു. ശരിയാണ്, അച്ഛൻ്റെ കാലിനല്ലേ ഫ്രാക്ചർ ഉള്ളൂ, അതും 2 ആഴ്ച കാലത്തേക്കല്ലേ ഉള്ളൂ. അപ്പോൾ ആ ഒരു അമ്മയുടെ ആ ഒരു ചിന്തയെ ഞാൻ നമസ്കരിക്കാറുണ്ട് കേട്ടോ. അമ്മയ്ക്ക് ഗ്രേറ്റായിട്ട് ചിന്തിക്കാൻ സാധിച്ചു ആ നിമിഷത്തിൽ. അതേമാതിരി നമ്മൾ തന്നെ കണ്ണിൽ കൊള്ളേണ്ടത് പല സമയത്തും പുരികത്ത് കൊണ്ടുപോകുന്നത് നമ്മുടെ ഉണ്ണികൃഷ്ണൻ്റെ അനുഗ്രഹം കൊണ്ടാണെന്നേ. അങ്ങനെ എന്താ കണക്കാക്കാത്തത്? നമുക്ക് വരുന്ന കഷ്ടപ്പാടും ദുരിതങ്ങളും ഒക്കെ ഭഗവാനാണ് തരുന്നത് എന്ന് കണക്കാക്കുന്ന ആളാണ് നിങ്ങളെങ്കിൽ നമുക്ക് തരുന്ന നല്ലതും ഭഗവാൻ തരുന്നതാണ് കേട്ടോ. ഒന്നും ഇതുവരെ ഒരാളുടെ ജീവിതത്തിൽ നല്ലത് സംഭവിച്ചിട്ടേ ഇല്ല അങ്ങനെ പറയാൻ പറ്റുമോ? അങ്ങനെ ഒരാളുണ്ടാവുമോ? കാണിച്ചു തരാൻ പറ്റുമോ അങ്ങനെ ഒരാളെ? ഒരിക്കലും ഇല്ല. എന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ നടന്നിട്ടുണ്ടാവും. ഒപ്പം കുറച്ച് ദുരിതങ്ങളുണ്ടാവും. ചില ആളുകൾക്ക് ഏറ്റക്കുറച്ചിലുകളുണ്ടാവും ആ ദുരിതത്തിൽ. അത് നമ്മുടെ കർമ്മഫലം പോലെ ഇരിക്കും. കുറച്ചധികം ദുരിതം അനുഭവിക്കുന്നവരുണ്ടാവും, കുറച്ച് ദുരിതം അനുഭവിക്കുന്നവരുണ്ടാവും. ഇതെല്ലാം നമ്മളുടെ തന്നെ ചെയ്ത് വെച്ചു പോയ പാപങ്ങളുടെ ശക്തി കൊണ്ടാണ്. അപ്പോൾ അതിൻ്റെ ഫലം അനുഭവിക്കുമ്പോൾ ഗുരുവായൂരപ്പനെ കൂട്ടുപിടിച്ചാൽ നമുക്കതിൽ കുറച്ച് സമാധാനം കണ്ടെത്താൻ സാധിക്കുക തന്നെ ചെയ്യും. ഭഗവാൻ നമുക്കതിനൊക്കെയുള്ള ശക്തി തരും കേട്ടോ. അടുത്ത ചോദ്യം ശ്രീലത എന്ന ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത്. കൊല്ലത്ത് നിന്നാണ്. ഞാൻ 2 വർഷം കൊണ്ട് മാസം തോറും ഗുരുവായൂരപ്പനെ തൊഴാൻ വരുമായിരുന്നു. പിന്നെ തടസ്സമായി, എനിക്ക് ഭയങ്കര വിഷമായി. എനിക്ക് എന്തോ ആപത്ത് വരാനാണോ അത് സത്യമായി. ഞാൻ ഇന്ന് ഗുരുവായൂർ വരാനിരുന്നതാണ്. ഇന്നലെ ആക്സിഡൻറ്റ് പറ്റി, ഇന്ന് വരാൻ പറ്റിയില്ല. ഭഗവാൻ എന്നെ പരീക്ഷിക്കുകയാണോ? ഞാൻ സഹസ്രനാമം ചൊല്ലും, നാരായണീയം വായിക്കും, ഒന്ന് എനിക്ക് മറുപടി തരുമോ എന്ന്. ഇപ്പോൾ പറഞ്ഞ മറുപടികളെല്ലാം ഈ ശ്രീലത ചേച്ചിക്കും കൂടി വേണ്ടിയിട്ടുള്ളതാണ്. നോക്കൂ, നമുക്കൊരു ആപത്ത് വരാൻ പോകുന്നു എന്നൊക്കെ നമ്മുടെ മനസ്സിൽ തോന്നുന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സ് ശുദ്ധീകരിച്ചുകൊണ്ട് ഗുരുവായൂരപ്പൻ നമ്മളെ ഇങ്ങനെ കൊണ്ടു നടക്കേണ്ടത് തന്നെയാണ് അതിൻ്റെ അർത്ഥം കേട്ടോ. കാരണം നമുക്ക് വരാൻ പോകുന്ന കാര്യങ്ങൾ അതിനെക്കുറിച്ചൊക്കെ ഒരു സൂചന നമുക്ക് കിട്ടണം എങ്കിൽ നമ്മുടെ മനസ്സിൽ നമുക്കൊരു കോൺസെൻട്രേഷൻ ഉണ്ട്, നമ്മുടെ മനസ്സിൽ നമ്മുടെ ഗുരുവായൂരപ്പനുണ്ട്. അതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെ ഒരു ഇൻസ്റ്റിങ്റ്റൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ അതന്നെ വലിയ കാര്യമാണ്. ഈ ആക്സിഡൻറ്റിൽ തല പോയില്ലല്ലോ, അതും വലിയൊരു കാര്യമല്ലേ. 2 ആഴ്ച കാലത്തേക്ക് ഒന്ന് റെസ്റ്റ് എടുത്തോളൂ എന്ന് ഗുരുവായൂരപ്പൻ പറഞ്ഞതാണ് എന്ന് കരുതൂ. അതിനുശേഷം വന്ന് ഗുരുവായൂരപ്പനെ കാണൂ. ഒരിക്കലും ഇതിനെയൊന്നും നെഗറ്റീവായിട്ട് എടുക്കരുത് കേട്ടോ. അടുത്തതായിട്ട് സവിത നമസ്കാരം. ഒരു സംശയം ചോദിച്ചോട്ടെ. ഗുരുവായൂരിൽ രാമനാട്ടം പതിവുണ്ടോ? സന്ധ്യ കഴിഞ്ഞാൽ രാമായണം വായിക്കാൻ പാടില്ല എന്ന് പലരും പറയുന്നുണ്ട്. ഇത് ശരിയാണോ? എന്താണ് അതിന് കാരണം? മറുപടി തരുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആദ്യത്തെ ചോദ്യം, ഗുരുവായൂരിൽ രാമനാട്ടം കളി നടത്താറുണ്ടോ എന്ന്. ഇല്ല. ഗുരുവായൂർ ക്ഷേത്രത്തിൽ കൃഷ്ണനാട്ടം കളി മാത്രമേ ഉള്ളൂ. ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ ക്ഷേത്രകലയായിട്ട് കൃഷ്ണനാട്ടം കളി മാത്രമാണ്. ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് മാസങ്ങളിലില്ല. സെപ്റ്റംബർ മാസത്തിൽ വീണ്ടും ആരംഭിക്കുന്നതാണ്. ഇനി സന്ധ്യ കഴിഞ്ഞാൽ രാമായണം വായിക്കാൻ പാടില്ലേ എന്ന ചോദ്യത്തിന് എനിക്കറിയില്ല അതിൻ്റെ ഉത്തരം. ആർക്കെങ്കിലും അറിയുമെങ്കിൽ, കാരണസഹിതം അറിയുമെങ്കിൽ താഴെയൊന്ന് മെൻഷൻ ചെയ്തോളൂ കേട്ടോ. ഇനി എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ, സന്ധ്യ കഴിഞ്ഞാൽ എന്നില്ല, നേരവും കാലവും നോക്കാതെ ഉണ്ണികൃഷ്ണനെ ഏതു മാർഗത്തിലൂടെയും നമുക്ക് പ്രസാദിപ്പിക്കാൻ ശ്രമിക്കാവുന്നതാണ് കേട്ടോ. നാരായണീയം, ഭാഗവതം, രാമായണം, ഭഗവത്ഗീത, സഹസ്രനാമം, ഇങ്ങനെ ഏത് ഗ്രന്ഥങ്ങളോ ആയിക്കോട്ടെ, ശുദ്ധമുണ്ടെങ്കിൽ നമുക്ക് ഏത് നട്ടപ്പാതിരിക്കും ചൊല്ലി നമസ്കരിക്കാം എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇതിൽ നിന്ന് ഭിന്നമായ അഭിപ്രായമുള്ളവരാണെങ്കിൽ താഴെ അതിൻ്റെ കാരണം കൂടി പറഞ്ഞുകൊണ്ട് ഒന്ന് എഴുതൂട്ടോ. ഗുരുവായൂർ അമ്പലത്തിൽ ദർശനം നടത്തിയപ്പോൾ ഭഗവാൻ നേരിട്ട് വന്ന് പ്രത്യക്ഷപ്പെട്ട പോലെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇത് മറ്റൊരാളോട് പറയുന്നത് ദോഷം ചെയ്യുമോ എന്നാണ് ഡി വ്ളോഗ്സ് എന്ന ഐഡിയിൽ നിന്ന് ചോദിച്ചിരിക്കുന്നത്. ഇതിന് 2 അഭിപ്രായങ്ങളുണ്ട്. ആചാര്യനോട് ഇതിനെക്കുറിച്ച് ഞാൻ സംസാരിച്ചിട്ടുള്ളതാണ്. അദ്ദേഹം പറഞ്ഞത്, നമ്മളും ഗുരുവായൂരപ്പനും കൂടിയുള്ള ബന്ധം, അതിൽ നമുക്ക് കിട്ടുന്ന അനുഭവങ്ങൾ, ഇത് ഒരു കിടപ്പറ രഹസ്യം പോലെ സൂക്ഷിക്കേണ്ടതാണ് എന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു അഭിപ്രായം. എന്നാൽ എനിക്ക് ഇതിൽ ഒരു എതിരഭിപ്രായമുണ്ട്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട വ്യക്തി, അതാരോ ആവാം, ആ വ്യക്തിയെക്കുറിച്ച് എത്ര സംസാരിച്ചാലും നമുക്ക് മതിയാവില്ല.
ആ വ്യക്തിയുടെ സ്വഭാവം, ആ വ്യക്തി നമ്മളോട് കാണിക്കുന്ന താല്പര്യം, അവർ നമുക്ക് ചെയ്തു തന്ന പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ. ഉദാഹരണമാണ്, ഏതമ്മയെ എടുത്തു നോക്കിയാലും അവരുടെ കുഞ്ഞുങ്ങളെക്കുറിച്ച് ഒരു എന്താ പറയുക, ഒരു ഖണ്ഡിക എഴുതാൻ പാകത്തിന് അവർ പറഞ്ഞുകൊണ്ടിരിക്കും അല്ലേ. കാരണം എന്താ, അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടം കുട്ടീനെയാണ്. അപ്പോൾ ആ കുട്ടിയെക്കുറിച്ച് ഇങ്ങനെ സംസാരിക്കാൻ വലിയ ഇഷ്ടമാവും. ഇതേമാതിരി നമ്മുടെ ഉള്ളിൽ ഉണ്ണികൃഷ്ണൻ നിറഞ്ഞു നിൽക്കുന്നുണ്ടെങ്കിൽ നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. എനിക്കങ്ങനെ തോന്നാറുണ്ട്. ഉണ്ണിയുടെ അനുഗ്രഹത്തിനെക്കുറിച്ച് എത്ര പറഞ്ഞാലും മതിയാവില്ല, പിന്നെയും 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 പറയാൻ തോന്നും എന്ന്. അപ്പോൾ അതേമാതിരി ആയിരിക്കാം എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. അതേമാതിരി ഈ കൃഷ്ണാനുഭവങ്ങൾ പങ്കുവയ്ക്കാൻ നമുക്ക് തോന്നും. അപ്പോൾ അത് വേണമോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ ഈ ആചാര്യന് എതിരായിട്ട് ശിഷ്യ പറയുക അത് ശരിയല്ലല്ലോ. അതുകൊണ്ട് എനിക്കൊന്നും പറയാനില്ല. എന്നാൽ ഞാൻ എൻ്റെ കാര്യം, ഇപ്പോൾ സവിത ആചാര്യൻ പറഞ്ഞ പോലെ സവിതയുടെ അനുഭവങ്ങൾ പറയാറില്ലേ എന്ന് ചോദിച്ചാൽ രണ്ടുണ്ട് ഉത്തരം. ഒന്നാമത്തെ കാര്യം, ഞാനിപ്പോൾ നേരത്തെ അച്ഛൻ ആക്സിഡൻറ്റ് പറ്റിയപ്പോൾ അമ്മ എന്ത് ചെയ്തു, ഇതെൻ്റെ ഒരു കൃഷ്ണാനുഭവം തന്നെയാണ്. ഭഗവാൻ അനുഗ്രഹിച്ചതുകൊണ്ട് അച്ഛനൊന്നും പറ്റിയില്ല എന്ന് അമ്മ വിശ്വസിക്കുന്നു എന്നുള്ളത് എൻ്റെ ഒരു അനുഭവം തന്നെയാണ്. അതേമാതിരി എൻ്റെ അനുഭവങ്ങൾ ഞാൻ കൃഷ്ണാര്യമിത്രത്തിലൂടെ ഘോരം പറയാറുണ്ട് അല്ലേ. പക്ഷേ ഞാൻ ആരോടും പറയാത്ത കുറേ അനുഭവങ്ങൾ എൻ്റെ ഈ മനസ്സിൻ്റെ ഉള്ളിലുണ്ട്. അത് ഞാനും എൻ്റെ ഗുരുവായൂരപ്പനും മാത്രം അറിയാവുന്ന കാര്യമാണ്. അങ്ങനെ നിഗൂഢമായിട്ട് ഭഗവാനെ സ്നേഹിക്കാൻ ഒരു പ്രത്യേക സുഖമുണ്ടെന്ന് അങ്ങനെ ഒരു അഭിപ്രായവും എനിക്കുണ്ട്. അപ്പോൾ പറയാൻ പാടുന്ന അനുഭവങ്ങളും ഉണ്ട്, പറയാൻ പാടില്ലാത്ത അനുഭവങ്ങളും ഉണ്ട് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം വരുന്നത് കേട്ടോ. ഉദാഹരണത്തിന്, കഴിഞ്ഞ ഓഗസ്റ്റ് 31 എന്ന് പറയുന്ന തീയതി എനിക്ക് ജീവിതത്തിൽ മറക്കാനാവാത്ത അനുഭവം എൻ്റെ ഉണ്ണികൃഷ്ണൻ തന്ന ദിവസമാണ്. അതെന്താണെന്ന് ഡിസ്ക്ലോസ് ചെയ്യാൻ ഞാൻ തയ്യാറല്ല. അപ്പോൾ ചില ദിവസങ്ങളിൽ ചിലതായിട്ട് ഭഗവാൻ നമുക്കായിട്ട് തരുന്ന ചില അനുഭവങ്ങളുണ്ടല്ലോ, അത് നമ്മളിവിടെ ഇങ്ങനെ സൂക്ഷിക്കും, വേറെ ആരോടും പറയില്ല. അങ്ങനെയുള്ള അനുഭവങ്ങളും ഉണ്ട്. അപ്പോൾ ഇതിൽ ഡി വ്ളോഗ്സിന് ഉണ്ടായ അനുഭവം പറയണോ വേണ്ടയോ എന്നുള്ളത് ശ്രീ ഗുരുവായൂരപ്പനോട് തന്നെ ചോദിക്കൂ കേട്ടോ. അടുത്തതായിട്ട് റിസ്റ്റി അരുൺ എന്ന ഭക്ത പറഞ്ഞിട്ടുണ്ട്, ഏകശ്ലോകി രാമായണത്തിൻ്റെ ഷോർട്സ് ചെയ്തുകൂടെയെന്ന്. ഞാനത് ഓൾറെഡി ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തെ രാമായണ മാസത്തിലാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് അത് ഞാൻ വീണ്ടും ചെയ്യേണ്ട, ഞാൻ തന്നെ പറഞ്ഞതല്ലേ വീണ്ടും ചെയ്യേണ്ടെന്ന്. ഈ വഴിപാടുകൾ റിപ്പീറ്റായിട്ട് പറയുന്നത് പോലെയല്ലല്ലോ, ഇതൊരു കണ്ടൻ്റാണ് അല്ലേ. ഏകശ്ലോകി രാമായണം എന്നതൊരു കണ്ടൻ്റാണ്. അപ്പം ഞാൻ ഓൾറെഡി ചെയ്തൊരു കണ്ടൻ്റ്, അത് ഞാൻ വീണ്ടും പറയണം. നോക്കൂ, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഈ യൂട്യൂബിനെ കാണുന്നത് ഒരു വരുമാന മാർഗമായിട്ടോ എൻ്റെ ഒരു ജോലിയായിട്ടോ ഒന്നുമല്ല. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യം അത് ചെയ്യുക, അത്രയേ ഉള്ളൂ കേട്ടോ. അതുകൊണ്ട് അത് രണ്ടാമത് ചെയ്യണ്ട വിചാരിച്ചത് അതുകൊണ്ടാണ്. അടുത്തതായിട്ട് സവിത, ഞാൻ എല്ലാ മാസവും ഗുരുവായൂർ വന്ന് എൻ്റെ കണ്ണനെ കാണും. എപ്പോഴും നാമം ജപിക്കും. എല്ലാ ദിവസവും നാരായണീയം വായിക്കും. ഞാൻ നാരായണീയം പഠിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഞാൻ ശിവക്ഷേത്രത്തിൽ പോകുമ്പോൾ പോലും അറിയാതെ കണ്ണൻ്റെ നാമമാണ് നാവിൽ വരുന്നത്. അത് ഏതമ്പലത്തിൽ പോയാലും കൃഷ്ണ ഗുരുവായൂരപ്പ എന്നാണ് വരുന്നുള്ളൂ. മറ്റുള്ള ഭഗവാൻ എന്തെങ്കിലും വിരോധമുണ്ടാവുമോ എന്നാണ് വത്സല രാധാകൃഷ്ണൻ എന്ന ഭക്ത പറഞ്ഞിരിക്കുന്നത്. ഞാൻ ഇതിനു മുമ്പും പറഞ്ഞിട്ടുള്ള ചോദ്യമാണ്, പറഞ്ഞിട്ടുള്ള ഉത്തരമാണ്. ഒരു വിരോധവും ഉണ്ടാവില്ല. യോഗേശ്വരനായ ശ്രീ ഗുരുവായൂരപ്പനെ നമസ്കരിക്കുന്നത് സർവ ഈശ്വരന്മാർക്കും സർവസമ്മതമാണ് എന്നുള്ളത് ഓരോ ആചാര്യന്മാരും അനുസ്മരിച്ച് കേൾക്കാറുണ്ട്. മാത്രമല്ല, ഈ ഒരു ചോദ്യം മുൻപേ എടുത്തപ്പോൾ ഒരു ഭക്ത പറഞ്ഞിരുന്നു, ശ്രീനാരദ മഹർഷിയാണ് ഉദാഹരണം എന്ന്. ശ്രീനാരദ മഹർഷി അദ്ദേഹം എവിടെ ചെല്ലുമ്പോഴും നാരായണ 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 എന്ന് ചൊല്ലുന്നതാണ് നമ്മൾ കേട്ടിട്ടുണ്ടാവുക അല്ലേ. നാരായണനാമം ചൊല്ലാതെ ശ്രീനാരദ മഹർഷി ഇല്ല. ഇങ്ങനെയല്ലേ നമ്മൾ കേട്ടിരിക്കണേ. അപ്പോൾ ഏത് ലോകത്ത്, പാതാള ലോകത്ത് പോയാലും ഭൂമിയിൽ പോയാലും സ്വർഗത്തിൽ പോയാലും നരകത്തിൽ പോയാലും സാക്ഷാൽ ഹിരണ്യകശിപുവിൻ്റെ അടുത്ത് നാരായണനാമം ചൊല്ലിയവനാണ് നമ്മുടെ ശ്രീ ഗുരുവായൂരപ്പൻ. അതുകൊണ്ട് ശ്രീനാരദ മഹർഷി. അതുകൊണ്ട് തന്നെ ശ്രീ ഗുരുവായൂരപ്പനെ സ്തുതിക്കുന്ന ഒരു ഭക്തൻ്റെ മുമ്പിലും ഒരു ഈശ്വരനും മുഖം തിരിച്ചിരിക്കില്ല. അത് 100% ഉറപ്പാണ്. ഉണ്ണിഗണപതിനെയാണ് എനിക്കിത് പറയുമ്പോൾ എപ്പോഴും ഓർമ്മ വരിക. ഉണ്ണിഗണപതിനെ ഓർമ്മ വരുന്നത് ആചാര്യൻ അങ്ങനെ പറഞ്ഞു ഊട്ടി ഉറപ്പിച്ചതുകൊണ്ടാണ്. എനിക്കെപ്പോഴും പറ്റാറുണ്ട്, ഞാൻ ഗുരുവായൂരപ്പൻ്റെ നാമം ചൊല്ലിയിട്ട് ഏതെങ്കിലും നാരായണീയത്തിൻ്റെ ദശകം ചൊല്ലി തുടങ്ങി നേരെ ഗുരുവായൂരപ്പനെ തൊഴുത്
പിന്നെ ഇങ്ങനെ ഗണപതിയെ തൊഴാൻ പോകുമ്പോഴും ഈ ശ്ലോകങ്ങൾ തീർന്നിട്ടുണ്ടാവില്ല. അപ്പോൾ ഈ ശ്ലോകങ്ങൾ തന്നെ ചൊല്ലുമ്പോൾ ഉണ്ണി ഗണപതി കുംഭകുലുക്കി ഇരുന്ന് ചിരിക്കുന്നതായിട്ട് എനിക്ക് തോന്നാറുണ്ട്. അങ്ങനെ ഒരു തോന്നൽ എൻ്റെ മനസ്സിൽ വരാൻ കാരണം ആചാര്യൻ്റെ രുക്മിണീ സ്വയംവരം കഥ പറയുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ചില എക്സ്പ്ലനേഷൻസ് ആണ് കേട്ടോ. അദ്ദേഹം പറയാറുണ്ട്, രുക്മിണീ ദേവി വന്ന് നമസ്തേ ത്വാംബികേ ഭീഷണം സ്വസന്താനയുധാം ശിവാം ഭൂയാത് പതിർമേ ഭഗവാൻ കൃഷ്ണസ്തദനുമോദതാം എന്ന ആ രുക്മിണിയുടെ പാർവതി ദേവിയെ തൊഴുത് നമസ്കരിക്കുന്ന സമയത്ത് ആ ഭഗവാൻ ശ്രീകൃഷ്ണൻ പുറത്തവിടെ കാത്തു നിൽക്കുന്ന സമയത്ത് പാർവതിയെ നമസ്കരിച്ച രുക്മിണിയുടെ മുമ്പിൽ ഭഗവാൻ കൃഷ്ണനെ എനിക്ക് ലഭിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് നമസ്കരിക്കുന്ന രുക്മിണി ദേവിയെ പാർവതിയും പരമശിവനും ഒക്കെ അനുഗ്രഹിച്ചപ്പോൾ ഉണ്ണിഗണപതി ഓടി വരികയാണത്രേ, എനിക്ക് അനുഗ്രഹിക്കാൻ വൈകി കുട്ടിയെ എന്ന് പറഞ്ഞിട്ട്. ആ സമയത്ത് ഉണ്ണിഗണപതിയോട് പാർവതി ദേവിയുടെ ഒരു സന്ദേശം ഉണ്ട് അത്രേ, ആ കുട്ടിയെ അനുഗ്രഹിക്കുമ്പോൾ മുല്ലമാലകളൊന്നും തുമ്പിക്കൈ കൊണ്ട് മോശപ്പെടുത്തരുത്, ശ്രദ്ധിച്ച് വേണം അനുഗ്രഹിക്കാൻ എന്ന് ഉണ്ണിഗണപതിക്ക് ഒരു താക്കീതൊക്കെ നൽകുന്നുണ്ട് അത്രേ പാർവതി ദേവി. ആ സമയത്ത് ധനധാന്യ സമൃദ്ധിരസ്തു എന്നും പറഞ്ഞുകൊണ്ടാണ് അത്രേ സാക്ഷാൽ ലക്ഷ്മി ദേവിയെ ഉണ്ണിഗണപതി അനുഗ്രഹിക്കുന്നത്. അപ്പോൾ ഭഗവാൻ കൃഷ്ണനെ സ്വീകരിക്കാൻ പോകുന്നവൾക്ക് ഉണ്ണിഗണപതിയുടെ അനുഗ്രഹമാണിത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഉണ്ണികൃഷ്ണനെ കുറിച്ച് എവിടെ വേണമെങ്കിലും പോയി പാടിക്കോളൂ. അതുകൊണ്ട് എന്താ ഉണ്ടാവുക, തല്ലിയുള്ളാണ്ട് രക്ഷപ്പെടും എവിടുന്നാണെങ്കിലും, യാതൊരു സംശയവും ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഏത് സ്ഥലത്ത് വേണമെങ്കിലും ഭഗവാനെ നമുക്ക് പ്രാർത്ഥിക്കാം കേട്ടോ. പ്രേമ എന്നൊരു ഭക്ത പറഞ്ഞിട്ടുണ്ട്, നാരായണീയം എഴുതുന്നുണ്ട്, ഒരു ദശകം എഴുതി കഴിഞ്ഞാൽ നമസ്കരിക്കണോ, ഓരോ ദശകം എഴുതി കഴിഞ്ഞാലും നമസ്കരിക്കണമോ എന്നതാണ് എൻ്റെ സംശയം. സവിത പറയാറുണ്ട് ചൊല്ലി നമസ്കരിക്കൂ എന്ന്, അത് മനസ്സിലായില്ല എന്ന്. നമ്മുടെ ഇഷ്ടമാണ്. നമ്മുടെ ഉണ്ണികൃഷ്ണൻ നമസ്കാരപ്രിയനാണ്. നമസ്കരിച്ചാൽ എന്തും നൽകും ഭഗവാൻ. നമസ്കരിക്കണ ഒരു ഭക്തന് ഭഗവാൻ എത്ര എന്തു കൊടുത്താലും മതിയാവില്ല എന്നാണ്. അത്ര കണ്ട് നമസ്കാരപ്രിയനായിട്ടുള്ള നമ്മുടെ ഉണ്ണികൃഷ്ണന് ഓരോ ദശകം കഴിഞ്ഞാലും നമസ്കരിക്കാം, ഓരോ ശ്ലോകം കഴിഞ്ഞാലും നമസ്കരിക്കാം. അതല്ലെങ്കിൽ എല്ലാം എഴുതി കഴിഞ്ഞ് ഒന്നിച്ച് നമസ്കരിച്ചാലും മതി. ആരോഗ്യസ്ഥിതിക്ക് അനുസരിച്ച് നമസ്കരിച്ചോളൂ കേട്ടോ. ഞാൻ ചൊല്ലി നമസ്കരിക്കൂ എന്ന് പറയുന്നത് ചൊല്ലിക്കഴിഞ്ഞാൽ ഉണ്ണി കൃഷ്ണ സന്തോഷമാവണേ എന്നൊന്ന് പറഞ്ഞോളൂ. മനസ്സാലൊന്ന് നമസ്കരിച്ചോളൂ, ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ. അല്ലെങ്കിൽ നമസ്കരിക്കൂ. നമസ്കരിക്കുന്നത് ഭഗവാൻ ഇഷ്ടമാണ്. ഭഗവാൻ എന്താണ് ഇഷ്ടം എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ജീവിതം വളരെ മനോഹരമാണ്. കാരണം എന്താ, ഭഗവാനെ പ്രീതിപ്പെടുത്തിക്കൊണ്ടിരിക്കുക. ഗുരുവായൂരപ്പൻ സന്തോഷിച്ചാലോ നമ്മളും സന്തോഷമാവും. അതുകൊണ്ട് ഉണ്ണികൃഷ്ണനെ എന്തായാലും നമസ്കരിച്ചുകൊണ്ട് സേവിച്ചോളൂ കേട്ടോ. അപ്പോൾ ഇന്ന് അത്രയും ചോദ്യങ്ങളേ ഉള്ളൂ. കൂടുതൽ ചോദ്യങ്ങളും കൂടുതൽ ഉത്തരങ്ങളും എല്ലാമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാമെന്ന് വിചാരിക്കുന്നു. ചോദ്യങ്ങൾ ഇനിയും ഉണ്ട്, പറയാനുള്ള സമയമില്ലാത്തത് കൊണ്ടാണ് നീട്ടി ഉത്തരം പറയുന്നത്. എന്നോട് എല്ലാവരും ക്ഷമിക്കും എന്ന് വിചാരിക്കുന്നു. അടുത്ത ദിവസം നമ്മുടെ ഉണ്ണികൃഷ്ണൻ്റെ കുറേ വിശേഷങ്ങളുമായിട്ട് വരാൻ ഗുരുവായൂരപ്പൻ എന്നെയും നിങ്ങളെയും ഒരുപോലെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സർവരോഗവിനാശന, സർവപാപ വിനാശന, സർവദുഃഖ വിനാശന, സർവസൗഖ്യപ്രദായക ശ്രീ ഗുരുവായൂരപ്പ ശരണം തുൽ പ്രസാദായ ഭൂയാൽ. ഗുരുവായൂരപ്പ തുൽ പ്രസാദായ ഭൂയാൽ.